ആറ്റുകാൽ പൊങ്കാല അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി സ്ത്രീകൾ ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇനി ഗൗരീനന്ദനത്ത് നിന്ന് വർഷ വിജയൻ കൂടി ചേരുകയാണ്. വർഷ, വെരി ഗുഡ് മോർണിംഗ്. ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ അത് ഭക്തിക്കും ആചാരങ്ങൾക്കും ഒക്കെ അപ്പുറം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുമയോടുകൂടി അത്രയും പേര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. അവർ വരുന്ന ഉടനെ തന്നെ ആരും അവർക്ക് നിർദ്ദേശങ്ങളൊന്നും കൊടുക്കാനില്ല. എന്നാൽ തന്നെ അവരെല്ലാവരും കൃത്യമായ സ്ഥലങ്ങൾ കണ്ടെത്തുന്നു, പരസ്പരം സഹായിക്കുന്നു, സഹകരിക്കുന്നു. അതിനുശേഷം പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ആറ്റുകാൽ പൊങ്കാലയിൽ നിന്ന് തന്നെ ഉണ്ടായ പല സൗഹൃദങ്ങളും നമുക്കറിയാം. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ നഗരം ഒന്നിച്ച് പ്രവർത്തിച്ച് അവിടെ വൃത്തിയാക്കുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരു ഉത്സവമെന്ന് തന്നെ പറയാം. എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി പൊങ്കാല അടുപ്പുകളിൽ തീ പുകയ്ക്കാൻ സ്ത്രീകൾ റെഡിയായി കഴിഞ്ഞു? തീർച്ചയായും ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ ആറ്റുകാൽ പൊങ്കാല അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കൊക്കെ ഇങ്ങനെ കടക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഭണ്ഡാരി അടുപ്പിൽ തീ കൊളുത്തി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗൗരീവന്ദനത്തിലാണ്. ഗൗരീവന്ദനത്തിൽ ഇപ്പോൾ നിരവധി സെലിബ്രിറ്റികൾ അടക്കം ഇവിടെ പൊങ്കാല അർപ്പിക്കാൻ എത്തും. നേരത്തെയൊക്കെ നമ്മൾ വന്നപ്പോൾ ഓരോ അമ്മമാരിങ്ങനെ ചോദിക്കുന്നുണ്ട്, ചിപ്പി ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടോ പൊങ്കാല ഇടാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ മറുപടി പറയുമായിരുന്നു, ഉടനെ വരും, അവരെയൊക്കെ കാണാം. അങ്ങനെ സെലിബ്രിറ്റികൾ അടക്കം ഉടനെ ഇവിടെ എത്തും. നിരവധി അമ്മമാരൊക്കെ ഇവിടെ പൊങ്കാല ഇടാൻ എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാം ആ നിലയിലുള്ള തിരക്കാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ തിരക്കാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത്. മാത്രമല്ല താലപ്പൊലിയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ വലിയ തിരക്ക്, അഭൂതപൂർവമായ തിരക്ക്. അമ്മമാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് അമ്മമാരോടൊക്കെ ചോദിക്കാം. അമ്മ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ പൊങ്കാല? അടിപൊളിയാ. പറഞ്ഞോളൂ. ഞങ്ങള് പട്ടാമ്പിൽ നിന്ന് വരികയാണ്. ആറ്റുകാൽ പൊങ്കാലക്ക് വന്നതാണ്. ഞങ്ങള് 9 ആളുണ്ട്. ഞങ്ങൾക്ക് അമ്മയെ ധാരാളം ഇഷ്ടമാണ്. ഞങ്ങള് എല്ലാവരും അനുഗ്രഹങ്ങളും മക്കൾക്കും മരക്കൾക്കും വേറെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകട്ടെ. എല്ലാ വർഷം വരാറുണ്ടോ? എല്ലാ വർഷം വരാറുണ്ട്. അടുത്ത കൊല്ലം വരാൻ സാധിച്ചു വരട്ടെ. അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? മനസ്സ് നിറഞ്ഞ അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു, മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചു. അല്ലെ, അമ്മ നല്ല ആഗ്രഹ സബലീകരണം ഒക്കെ നൽകുന്നുണ്ട് അല്ലെ? എല്ലാവരും എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. എല്ലാരും ഒരുമിച്ചാണോ വന്നത്? ഒത്തൊരുമിച്ചാണോ? എല്ലാവരും ഒരുമിച്ചാണ് വന്നത്. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ച് സഹായിച്ചൊക്കെ നമ്മൾ ആറ്റുകാൽ പൊങ്കാല എങ്ങനെ പോവാണല്ലേ? ഞങ്ങൾ എല്ലാവരും സഹകരിക്കട്ടെ, എല്ലാവരും സന്തോഷിക്കട്ടെ, സഹായിക്കട്ടെ അനുഗ്രഹത്താലെ. തീർച്ചയായും എല്ലാ കാര്യങ്ങളും നിറവേറ്റി തരട്ടെ ഭഗവാൻ. അമ്മ സഹായിക്കട്ടെ. തീർച്ചയായും അമ്മമാരൊക്കെ ഇങ്ങനെ കൂട്ടമായാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തിയിരിക്കുന്നത്. അവിടെ ഈ നല്ല സഹകരണവും അതുപോലെ തന്നെ സ്നേഹവും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിഴക്കി അവരിങ്ങനെ ആറ്റുകാൽ പൊങ്കാല ആസ്വദിക്കുകയാണ്. അങ്ങനെ നിരവധി ആളുകളൊക്കെ ഇങ്ങനെ എത്തുന്നുണ്ട്. അമ്മമാരൊക്കെ ഇങ്ങനെ ഒഴുകി എത്തുന്നുണ്ട്. നമുക്ക് കൂടുതൽ അമ്മമാരിലേക്കും പൊങ്കാല വിശേഷങ്ങളിലേക്കും ഒക്കെ പോകാം. അമ്മ എവിടുന്നാ വരുന്നത്? എവിടുന്നാ? കരുനാപ്പള്ളിന്ന്. നമ്മള് പൊങ്കാല ഇങ്ങനെ വൈബാക്കുവല്ലേ? എല്ലാ വർഷം വരാറുണ്ടോ? എല്ലാ വർഷവും വരും. മുടക്കമില്ല? എല്ലാ വർഷവും ഇങ്ങനെ മുടക്കമില്ല. അപ്പൊ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇപ്പൊ പ്രത്യേകതകളുണ്ട്. നല്ല തിരക്കുണ്ടല്ലേ? നല്ല തിരക്കുണ്ട്, നല്ല ആൾക്കൂട്ടം ഉണ്ട്. അപ്പൊ അതനുസരിച്ച് വേണം നമ്മളിങ്ങനെ മുന്നോട്ട് പോകാൻ. ഓക്കെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. വീട് പണിയാണ്, അതുകൊണ്ട് മകന്റെ വീട് പണി കഴിഞ്ഞാൽ കല്യാണങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത പ്രാവശ്യം പൊങ്കാലിടാൻ വരുമ്പോൾ ആൺകുട്ടി ഉണ്ടാകട്ടെ. തീർച്ചയായും നിരവധി പ്രാർത്ഥനകളാണ് ഓരോ അമ്മമാർക്കും മക്കൾക്ക് വേണ്ടി, അതുപോലെ തന്നെ കൊച്ചുമക്കൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച്, മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് പൊങ്കാല ഇട്ട് ഇങ്ങനെ മടങ്ങുക എന്നുള്ളതാണ് ഓരോ അമ്മമാരുടെയും ഒക്കെ ലക്ഷ്യം. നമ്മുടെ കുട്ടിക്കുരുന്നുകളൊക്കെ പോകുന്നുണ്ട്. എവിടുന്നാ വരുന്നേ? എന്താ പേരെന്താ? ഗൗരി ഇങ്ങനെ സ്ഥിരം വരാറുണ്ടോ അച്ഛൻ്റെ ഇവിടെ അമ്മയുടെ ഒക്കെ? അമ്മ വന്നിട്ടുണ്ടോ? അമ്മ പൊങ്കാല ഇടുന്നുണ്ടോ? എവിടെ ഇരിക്കുന്നേ അമ്മ? അപ്പൊ അടിപൊളിയല്ലേ? നല്ല തിരക്കുണ്ട്. അപ്പൊ നമ്മള് കുട്ടികളെയൊക്കെ എങ്ങനെ സൂക്ഷിക്കണം? എല്ലാം സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? പൊങ്കാല നമ്മളങ്ങ് വൈബാക്കും അല്ലേ? ഓക്കെ, ഇങ്ങനെ കുടുംബസമേതമൊക്കെ പൊങ്കാല ഇടാൻ വേണ്ടി ആളുകൾ എത്തിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നല്ല തിരക്കായിരുന്നു. ആ തിരക്കിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ ക്ഷേത്ര പരിസരത്തെത്തുമ്പോൾ ഇങ്ങനെ പൊങ്കാലിട്ട് ഈ നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ അമ്മമാരൊക്കെ ഇങ്ങനെ അടുപ്പ് കൂട്ടി പൊങ്കാലയിട്ട് ദേവിയോട് പ്രാർത്ഥിച്ച്, പ്രാർത്ഥനകൾ പറഞ്ഞ്, സങ്കടങ്ങൾ പറഞ്ഞ്, മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച്, നിറകണ്ണുകളോടെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ച് തിരിച്ചു പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ കൂടുതൽ അമ്മമാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ സിവിൽ ഡിഫൻസുകാരൊക്കെ ഉണ്ട്.
അവരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അവർക്കൊന്നും നമ്മളോട് സംസാരിക്കാൻ വരുന്നില്ല. കുറെ അമ്മമാര് വരുന്നുണ്ട്. എവിടെന്നാ ഇതെല്ലാരും എന്താ ഈ ഷോളൊക്കെ ഇട്ട് ഒരു ഗ്രൂപ്പായിട്ട് വരുമോ അല്ലേ? പൊങ്കാല നമ്മള് അടിപൊളിയാക്കും. എവിടെ ഇരിക്കുന്ന സ്ഥലം കിട്ടി? എവിടെ പ്രാർത്ഥിച്ചോ? അമ്മയോട് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് 10 വർഷമായി ഒരു മുടക്കവും വരുത്തിയിട്ടില്ല അല്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? സന്തോഷല്ലേ? ഈ പൊങ്കാല നമ്മളിങ്ങനെ സന്തോഷത്തോടെ പൊങ്കാല ഇട്ട് തിരിച്ചു പോയി അതിലേക്കാൾ സന്തോഷത്തോടെ അടുത്ത പൊങ്കാലയ്ക്കൂടെ വരണല്ലേ? എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി നമ്മുടെ മക്കൾക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടിയും ഒക്കെ നല്ല നിറകണ്ണുകളോടെ നമ്മൾ പ്രാർത്ഥിച്ചല്ലേ? അങ്ങനെ അമ്മമാരിങ്ങനെ കൂട്ടമായൊക്കെ എത്തുന്നുണ്ട്. ഇവിടുത്തെ ഒരു കൂട്ടായ്മയുടെ ഉത്സവം കൂടിയാണ് സത്യം പറഞ്ഞാൽ. കാരണം അത് അങ്ങനെയാണ്. സഹകരണം, പരസ്പരം സഹകരിച്ച് സ്നേഹത്തോടെ എല്ലാ സഹായങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിയുള്ള ഒരു കൂട്ടായ്മയുടെ ഉത്സവമാണ്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഭണ്ഡാരയടുപ്പിൽ തീ കൊളുത്തിയതിനു ശേഷം മറ്റ് പൊങ്കാല അടുപ്പുകളിലേക്ക് ആ തീ പകരുകയാണ്. അതിനുശേഷം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാവുകയാണ്. ആറ്റുകാൽ പൊങ്കാല ഏറ്റവും മനോഹരമായ ആ പൊങ്കാല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇങ്ങനെ കാണുന്നത്. വീണ്ടും അമ്മമാരൊക്കെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു കൂട്ടം അമ്മമാരൊക്കെ നിൽക്കുന്നുണ്ട്. അമ്മ പൊങ്കാല വൈബിലാണല്ലോ നമ്മൾ. അതെ അതെ. ഇങ്ങനെ തുടർച്ചയായി വരാറുണ്ടോ? എത്ര നാളായി വരാറുണ്ട്. പ്രാർത്ഥിച്ചോ? മനസ്സ് നിറച്ചൊക്കെ പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. വിളി കേൾക്കുന്ന ദൈവം അല്ലേ? അതെ അതെ. എല്ലാരും നല്ല പൂവൊക്കെ ചൂട് നല്ല സുന്ദരി മണികളായിട്ടാണ് എത്തിയിട്ടുള്ളത് അല്ലേ? എല്ലാരും ഒരു സ്ഥലത്ത് നിന്നാണോ വരുന്നേ? അല്ല, ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ കുറ്റിയാടി. കോഴിക്കോട് നിന്നാണ് വരുന്നത്. നല്ല ദൂരം ഉണ്ടല്ലേ? എനിക്ക് തോന്നുന്നു നല്ല തിരക്കുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോകണം. പക്ഷെ ഭയങ്കര തിരക്കാ. എവിടെ സ്ഥലം കിട്ടിയത്? സ്ഥലം ഇവിടെ അടുത്തൊരു. എല്ലാം സെറ്റായി. ഇനി നമ്മള് പൊങ്കാലിട്ടാൽ മാത്രം മതി ഇല്ലേ? പൊങ്കാല ഇടുക, ഇനി പ്രാർത്ഥിക്കുക, മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുക, തിരികെ വീട്ടിലേക്ക് പോവാ അല്ലേ? ആദ്യത്തെ വർഷമായി വരുന്നത്. ആദ്യമായിട്ട് വരുന്നതാ. അപ്പൊ ആദ്യമായിട്ട് വരുമ്പോ എന്താ തോന്നുന്നേ? ആദ്യമായിട്ട് വരുമ്പോ ഭയങ്കരം. ഇനി തുടർച്ചയായി വരാം അല്ലേ? ഇനി തുടർച്ചയായിട്ട് വരും. എന്തായാലും തുടർച്ചയായി വരാൻ സാധിക്കട്ടെ. നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ കഴിയട്ടെ. പിന്നെ ആദ്യമായി വരുന്നവരും തുടർച്ചയായി പൊങ്കാല ഒരു മുടക്കവും ഇല്ലാതെ പൊങ്കാല ഇടുന്ന അമ്മമാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ മനസ്സ് നിറച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. ആതിരയിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഇനി എന്തായാലും വരുന്ന മണിക്കൂറുകളിലൊക്കെ ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട്. ആ ചൂട് കൂടുതലാകുന്ന സാധ്യത പരിഗണിച്ച് തന്നെ മെഡിക്കൽ സംവിധാനങ്ങളെല്ലാം സജ്ജമായിട്ടുണ്ട്. പോലീസ് സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നിനും ഒരു കുറവില്ല. മറ്റൊരു പ്രത്യേകത, ഈ കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പൊങ്കാലയാണ്. അപ്പോൾ അതിന് അങ്ങനെ ഒരു സവിശേഷത കൂടിയുണ്ട്. അപ്പോൾ ഒരു കുറവും ഉണ്ടാകരുത്. എല്ലാം നല്ല അടുക്കും ചിട്ടയോടും കൂടി തന്നെ പൊങ്കാല നടക്കുക എന്നുള്ളതിൽ അങ്ങനെ അതിൽ വലിയൊരു ലക്ഷ്യം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ അടുക്കും ചിട്ടയോടും കൂടി ആ പൊങ്കാല ഇങ്ങനെ നടന്ന അമ്മമാരൊക്കെ മനസ്സ് നിറച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി. പൊങ്കാല അതുപോലെ തന്നെ പലതരത്തിലുള്ള പലഹാരങ്ങൾ, മണ്ടപ്പുറ്റ്, തിരളി, അങ്ങനെ പലതരത്തിലുള്ള പലഹാരങ്ങളൊക്കെ അമ്മയ്ക്ക് നിവേദ്യമായി സമർപ്പിച്ച് അങ്ങനെ പൊങ്കാല മഹോത്സവം ഓരോ അമ്മമാരും കൊണ്ടാടുകയാണ്. ആ പൊങ്കാല അർപ്പിച്ച് മനസ്സ് നിറച്ച് പ്രാർത്ഥിച്ച് മനസ്സിൽ ഓരോ പ്രാർത്ഥനകളാണ്. അത് സ്വന്തക്കാർക്ക് വേണ്ടി, ബന്ധുക്കാർക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി. മറ്റൊന്ന് ഇതൊരു സഹകരണത്തിന്റെയും സഹോദര്യത്തിന്റെയും ഒക്കെ ഒരു ഉത്സവം കൂടിയാണ്. അതിന് പ്രത്യേക ജാതി മത ചിന്തകൾക്കപ്പുറം മനുഷ്യനെന്ന ആ ഒരു വികാരം ഉൾക്കൊണ്ടുള്ള ഒരു പൊങ്കാല മഹോത്സവം കൂടിയാണ്. അതിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് ഈ റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആറ്റുകാൽ പൊങ്കാല നമുക്ക് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതാണ് റിയൽ കേരള സ്റ്റോറി. കാരണം ആ നിലയിലുള്ള സഹകരണങ്ങളും സ്നേഹവും ഒക്കെ ഊട്ടി ഉറപ്പിച്ചുള്ള ഒരു വിഭാഗം അമ്മമാരെ സഹായിക്കാൻ എത്തുന്ന ആളുകൾ അങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട്. എന്തായാലും അമ്മമാരൊക്കെ വരുന്നുണ്ട്. നല്ല തിരക്കാണ്. ആ തിരക്കിനിടയിലും നമ്മളോട് ആരെങ്കിലും ഒക്കെ സംസാരിക്കുമോ എന്ന് നോക്കാം. അമ്മ എവിടെന്നാ? വള്ളിക്കീഴിന്ന്. സ്ഥിരമായി വരാറുണ്ടോ? വരാറുണ്ട് സ്ഥിരമായി. അമ്മയെ കണ്ടോ? പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. അടുത്ത വർഷം വരണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അടുത്ത വർഷം സന്തോഷമായിട്ട് വരട്ടെ. അതെ, ഒരു 3-4 വർഷം കൊണ്ടേ വരുന്നുണ്ട്. സ്ഥലം കിട്ടിയത് പൊങ്കാല ഇടാൻ എവിടെയാ സ്ഥലം? വീട്ടിന്റെ അടുത്ത് തന്നെ. അമ്മ അടുത്ത ആൾക്കാരുണ്ട്. മാമിയുടെ വീട്ടിലാണ് പൊങ്കാല ഇടാതിരിക്കുന്നത്. ഫാമിലി ആയിട്ടല്ലേ വന്നത്? ഫാമിലി ആയിട്ടാണ് വന്നത്. ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ ഫാമിലി ഇത്ര പേരേ ഉള്ളോ? തന്നെയാണ് അമ്മ. എന്തായാലും എല്ലാ സന്തോഷത്തോടെ നടക്കട്ടെ.
അങ്ങനെ കുടുംബമായിട്ടൊക്കെ ഇങ്ങനെ പൊങ്കാല ഇടാൻ വരുന്ന അമ്മമാരാണ്. അമ്മമാരൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ പൊങ്കാല ഇട്ട് ആത്മസംതൃപ്തിയോടെ മടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കമാണ്, ഒന്നിനും യാതൊരു കുറവുമില്ല. എല്ലാ തരത്തിലും എല്ലാ സഹകരണങ്ങളും ഒക്കെ ഇങ്ങനെ ഉറപ്പിച്ച് ആറ്റുകാൽ പൊങ്കാല ഇങ്ങനെ അതിഭക്തി സാന്ദ്രമായി മുന്നോട്ട് പോവുകയാണ്. ഇനി 9:15 ഭണ്ഡാരി അടുപ്പിൽ തീ കൊളുക്കും. അതിനുശേഷമായിരിക്കും പൊങ്കാല ആരംഭിക്കുക. 2:15 നൈവേദ്യമായിരിക്കും. അതിനുശേഷം അമ്മയെ കണ്ട്, ആറ്റുകാൽ അമ്മയെ കണ്ട് പൊങ്കാല അർപ്പിച്ച ഓരോ അമ്മമാരും അതീവ സന്തോഷത്തോടെ ആത്മസംതൃപ്തിയോടെ തിരികെ മടങ്ങും എന്നുള്ളതാണ്. ആറ്റുകാൽ അമ്മയെ മനസ്സ് നിറച്ച് കാണുക എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഓരോ അമ്മമാരുടെയും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ആറ്റുകാൽ അമ്മയെ മനസ്സ് നിറച്ച് കണ്ട് അമ്മയോട് പ്രാർത്ഥിച്ച് സങ്കടങ്ങൾ പറഞ്ഞ് സങ്കടങ്ങൾക്ക് അമ്മ പരിഹാരം കാണുമെന്ന ഉറച്ച വിശ്വാസത്തോടെയൊക്കെയാണ് ആറ്റുകാൽ പൊങ്കാല ക്കായി ഓരോ അമ്മമാരും ഇവിടെ എത്തുന്നത്. ഇങ്ങനെ ഇനിയും നിരവധി അമ്മമാരിലേക്കൊക്കെ, അമ്മമാരുടെ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് എത്തേണ്ടതുണ്ട്. ശരി, വർഷ വിജയനാണ് ഗൗരി നന്ദനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.